So students, നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇൻഡിറ്റർമിനേറ്റ് ഫോംസ്, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമിസ്റ്റർ സിലബസ് 2019 തേർഡ് സെമിസ്റ്റർ സിലബസിലത്തെ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, നാച്ചുറൽ ലോഗരിതവും, ഇൻവേഴ്സും, ഹൈപ്പർബോളിക്കും ഒക്കെ നമ്മൾ പഠിച്ചു. അതിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറയുന്നത്. ലിമിറ്റുകളുടെ സെക്ഷനിൽ വരുന്നതാണ്. പക്ഷേ അത് കുറച്ച് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്താണ് എന്നുള്ളത് പറഞ്ഞ് നമ്മൾ ഈ മൊഡ്യൂള് ഈ യൂണിറ്റ് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ്? നമ്മൾ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, പല ഫംഗ്ഷനുകളിലെ ലിമിറ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, പല തരത്തിലുള്ള ലിമിറ്റ് പല തരത്തിലുള്ള ആൻസറുകൾ നമുക്ക് ലിമിറ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇടയ്ക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ തരത്തിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ തരത്തിൽ വന്നിട്ടുണ്ടാകും. 0/0 വെറുതെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 0/0, അല്ലെങ്കിൽ ∞/∞, അല്ലെങ്കിൽ 0∞, ഈ ഫോമുകളിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ വന്നിട്ടുണ്ടായിക്കൊള്ളുന്നില്ല, വന്നിരിക്കാം. സാധാരണ കണ്ടമാനം പ്രോബ്ലംസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ചില പ്രോബ്ലങ്ങളൊക്കെ ഇങ്ങനത്തെ ഫോമുകളൊക്കെ വരാറുണ്ട്. ഇങ്ങനെ വരുന്ന ലിമിറ്റുകൾക്ക്, അല്ലെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഫോം വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഫോമുകളെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ്. അത് എന്താണെന്നുള്ളത് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് ഈ 0/0. വോട്ട് 0/0 അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെയാണ് ∞/∞, ∞, -∞, 1∞. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം 1 തന്നെയല്ലേ, 1നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1, പക്ഷേ അങ്ങനെയല്ല. 1∞ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ് എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അതേപോലെ ∞/0, ഏത് എലമെൻറ്റിൽ ∞/0യും 1 അല്ലേ? അപ്പോൾ ∞/0 1 ആയിക്കോട്ടെ, അതൊക്കെ സംശയം. പക്ഷേ അതിനെയൊക്കെ നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്നാണ് നമ്മൾ പറയാറ്. കാരണം ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ്. ചില സമയത്ത് ഉപകാരമാണ്, ചില സമയത്ത് പ്രതിസന്ധിയാണ്. അപ്പോൾ ലിമിറ്റിൻ്റെ കേസിലൊക്കെ അതൊരു പ്രശ്നമാണ്. ഈ ഇൻഫിനിറ്റി എത്രണ്ടും വലുതാണ്, വളരെ വലുതാണെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫോമുകളെയാണ്, ഈ ഫോമുകൾ ഓരോന്നും ഓർക്കുക. 0/0, ∞/∞, 0∞, 1∞, ∞, ആർ കോൾഡ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ്. മിക്കവാറും ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഫോമുകൾ കിട്ടുന്നത്, ലിമിറ്റ് കണ്ടുപിടിക്കാൻ നോക്കുമ്പോഴാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഒരു റൂള്, എൽ ഹോസ്പിറ്റൽസ് റൂൾ, ലാപ്പിറ്റൽസ് റൂൾ, എൽ ഹോസ്പിറ്റൽ എന്നാണ് നമ്മൾ പറയാറ്. എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറയുന്ന റൂളാണ് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ചെറിയൊരു ഫോർമുലൻ്റെ പ്രൂഫ് തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കുമായിരിക്കും. പ്രൂഫ് കുറച്ച് ലെങ്തി പ്രൂഫാണ്. നമ്മുടെ ടെക്സ്റ്റിലുള്ള പ്രൂഫല്ല, ശരിക്കുള്ള പ്രൂഫ് കുറച്ച് ലെങ്തി പ്രൂഫാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി. ഈ എൽ ഹോസ്പിറ്റൽസ് റൂൾ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ലിമിറ്റുകൾ വരുമ്പോൾ നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് അത് സോൾവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടിൽ നിന്ന് മറ്റ് റിസൾട്ടുകളിലേക്ക്, മറ്റ് പ്രോബ്ലങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ എന്താണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സപ്പോസ് f(x) and g(x) are two functions differentiable on an open interval containing a and g' not equal to 0. അതായത് a എന്ന് പറയുന്ന എലമെൻറ്റ്, റിയൽ നമ്പർ ഉള്ള ഏതോ ഒരു ഇൻ്റർവെല്ലിൽ, ഓപ്പൺ ഇൻ്റർവെല്ലിൽ f(x)ഉം g(x)ഉം ഡിഫറൻഷ്യബിൾ ആണ്. മാത്രമല്ല g' not equal to 0, g' not equal to 0 ആണ് എങ്കിൽ, മാത്രമല്ല ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x/g(x) ടേക്സ് ദ ഫോം 0/0 ഓർ ∞/∞. അതായത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. വളരെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് f(x), g(x) രണ്ട് ഫംഗ്ഷൻസ് ആണ്. എ എന്ന് പറയുന്ന എലമെൻറ്റ് ഉള്ള ഏതോ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ അത് രണ്ടും ഡിഫറൻഷ്യബിൾ ആണ്. മാത്രമല്ല g' not equal to 0 ആണ്. അതുകൂടാതെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x/g(x), അതായത് f(a/g) എന്ന് പറയുന്നത് 0/0യോ ∞/∞ ഫോമിലാണ് കിടക്കുന്നത്. അതാണ് ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x/g(x) കൊണ്ട് ഉദ്ദേശിക്കുന്നത്. f(a/g) ടേക്സ് ദ ഫോം, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x/g(x) ടേക്സ് ദ ഫോം. ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0/0യോ ∞/∞ കിട്ടുന്നത് എങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x/g(x) ഈസ് ദ സെയിം ആസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f'(g'). അപ്പോൾ ഈ ഒരു റൂളാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 0/0യോ
അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ് കിട്ടുന്നത് എങ്കിൽ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം ഏത് ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ബൈ ജി അല്ല, അവിടെ സെപ്പറേറ്റ് ഡിഫറൻഷ്യൽസ് ആണ്. അപ്പോൾ ഈ ലിമിറ്റ് നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 0/0യോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയോ കിട്ടുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ അതിന് പകരം ഏത് ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ്. ഇത് രണ്ടും സെയിം ആണ് എന്നുള്ളതാണ് എൽ ഹോസ്പിറ്റൽ പറയുന്നത്. Provided this limit should take the form 0/0 or infinity by infinity. അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. രണ്ടും സെയിം തന്നെയാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ്. ഇനി സപ്പോസ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ അറിയാം, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും 0/0യോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയോ കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ അവിടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുകയാണ്. അതായത് ദിസ് ലിമിറ്റ് വിൽ ബി ദ സെയിം ആസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡബിൾ ഡാഷ് എക്സ് ബൈ ജി ഡബിൾ ഡാഷ് എക്സ്. ഇവിടെ ഒരു പ്രാവശ്യം ലിമിറ്റ് അപ്ലൈ ചെയ്തു, ലിമിറ്റ് ഇവിടെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഒരു പ്രാവശ്യം എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്തു, എന്നിട്ടും 0/0 കിട്ടുന്നത് എങ്കിൽ എൽ ഹോസ്പിറ്റൽ ഈ സ്റ്റെപ്പിൽ ഒരു പ്രാവശ്യം കൂടെ അപ്ലൈ ചെയ്യുക. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ദിസ് ലിമിറ്റ് വിൽ ബി ദ സെയിം ആസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡബിൾ ഡാഷ് എക്സ് ബൈ ജി ഡബിൾ ഡാഷ് എക്സ്. അപ്പോഴും ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഈ ലിമിറ്റ് 0/0 ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത കണ്ടുപിടിക്കുന്ന എഫ് ഡബിൾ ഡാഷ് ആ ലിമിറ്റും 0/0യോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയോ ആണെങ്കിൽ വീണ്ടും എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാം. അപ്പം ഒരുവിധം ലിമിറ്റുകളൊക്കെ നമുക്ക് ഈ റൂൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഒരുവിധം നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ലിമിറ്റുകളൊക്കെ ഒരുവിധമൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലങ്ങളിൽ വരുന്ന ലിമിറ്റുകളൊക്കെ ഈ ഒരു റൂൾ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ റൂൾ അപ്ലൈ ചെയ്യാൻ പാകത്തിന് നമ്മൾ പ്രോബ്ലത്തിനെ മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ലിമിറ്റുകൾ വളരെ എളുപ്പത്തിൽ സിംപ്ലിഫിക്കേഷൻ ഒഴികെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇതാണ് എൽ ഹോസ്പിറ്റൽസ് റൂള്. സോ വൺസ് അഗെയിൻ, ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ടേക്സ് ദ ഫോം 0/0 ഓർ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ലിമിറ്റ് 0/0യോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ മാത്രമേ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ്. അപ്പോൾ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുന്നു. അത്രയേ ഉള്ളൂ എൽ ഹോസ്പിറ്റൽസ് റൂൾ. ഈ ഒരൊറ്റ ക്ലാസ്സിൽ ഈ ഒറ്റ റൂൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ 3-4 പ്രോബ്ലംസ് ആണ്, 5-6 പ്രോബ്ലം ഉണ്ട്. അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. വളരെ എളുപ്പമുള്ള ഒരു റൂളുമാണ്. പക്ഷേ സിംപ്ലിഫിക്കേഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ കുറേ അധികം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഏത് തരത്തിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ റൂൾ പറഞ്ഞിട്ട് കുറേ പ്രോബ്ലംസ് വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഓരോ ടൈപ്പ് പ്രോബ്ലവും നിങ്ങൾ ടെക്സ്റ്റിൻ്റെ ബാക്ക് നോക്കി സ്വയം വർക്കൗട്ട് ചെയ്ത് നോക്കണം, ചിന്തിച്ചിട്ട്. അതായത് ഏത് തരത്തിലുള്ള സിംപ്ലിഫിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കേണ്ടത്. ഈ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ അറിയാം എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിൽ ഫർദർ ഒരുപാട് സിംപ്ലിഫിക്കേഷൻസ് ചിലപ്പോൾ വേറെ തരത്തിലൊക്കെ സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടേ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തിന് ഈ ലെക്ചർ എന്നുള്ള നിലയ്ക്ക് ഈ റൂളും അനുബന്ധമായിട്ടുള്ള 3-4 പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നു. ബാക്കിയുള്ള നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സോ അഗെയിൻ ഈ റൂൾ ഓർക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് ഇഫ് ദിസ് ലിമിറ്റ് ടേക്സ് ദ ഫോം 0/0 ഓർ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. പ്രോബ്ലത്തിലേക്ക് വരാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എക്സ് ബൈ എൽ എൻ എക്സ്. 1 എക്സ് എൽ എൻ എക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വീഡിയോകളിൽ പഠിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എക്സ് ബൈ എൽ എൻ എക്സ്. ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കൂ. എക്സിന് 1 എന്ന് കൊടുത്ത് നോക്കൂ, എന്താ കിട്ടുന്നത്? 1 - 1 0, ln1 അഗെയിൻ 0. അപ്പോൾ 0/0 എന്നുള്ള ഫോമിലാണ് ഈ ലിമിറ്റ് കിടക്കുന്നത്. നമുക്ക് ധൈര്യമായിട്ട് ഈ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും, ലാപിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എക്സ് ബൈ ln എക്സ് ഈസ് in the form 0/0. So we can apply a L'Hospital's rule. We get limit extends to 1 - x by ln x equal to ഇതാണ് റൂൾ. This limit is the same as limit extends to a f dash x by g dash x. അപ്പോൾ limit extends to 1 - x by ln x equal to limit extends to 1 f dash x. ഇതാണ് നമ്മുടെ f വരിക. ഈ പ്രോബ്ലത്തിലെ f ഇതാണ്. This is my f and this is my g. അപ്പോൾ എഫ് ഡാഷ് എക്സ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ -1 ആണ്. 1 - എക്സിൻ്റെ ഡിഫറൻഷ്യൽ -1 ആണ്. അപ്പോൾ -1 ഡിവൈഡഡ് ബൈ ln x, അതാണ് g. അപ്പോൾ g ഡാഷ് എന്ന് പറയുമ്പോൾ 1/x. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 -1 ഡിവൈഡഡ് ബൈ 1/x. ഇവിടെ ഓർക്കുക, സെപ്പറേറ്റ് ആയിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. സെപ്പറേറ്റ് ഡിഫറൻഷ്യലാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ബൈ ജി ഒരിക്കലും ഉപയോഗിക്കരുത്. ഇവിടെ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. എഫ് ഡാഷ് ബൈ ജി ഡാഷ്. എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ -1 ആണ്, ജി ഡാഷ് എന്ന് പറഞ്ഞാൽ 1/x ആണ്. അപ്പോൾ ദിസ് ലിമിറ്റ് ഈസ് ദ സെയിം ആസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 - 1/1/x.
മൈനസ് 1/1 x എന്നുള്ളത് മൈനസ് എക്സ് ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ്. ദിസ് ലിമിറ്റ് ഇസ് ദ സെയിം ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ്. എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ യു ഗെറ്റ് ദ ആൻസർ ആസ് -1. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ലിമിറ്റ് ഇവാലുവേറ്റ്. നമ്മൾ ആദ്യം നോക്കിയപ്പോൾ എന്തായിരുന്നു? 0/0 ആയിരുന്നു. ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ റൂൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എൽ ഹോസ്പിറ്റൽ ഉപയോഗിച്ച് നമ്മൾ ലിമിറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ലിമിറ്റ് ഈസ് -1 എന്നുള്ളത് കിട്ടി. നൗ കം ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് മൈനസ് എക്സ്. ഇവിടെയും ഏത് ഫോമാണെന്നുള്ളത് നോക്കാം. എക്സിന് 0 എന്ന് കൊടുത്ത് നോക്കുക. എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ സൈൻ 0 മൈനസ് 0 ദാറ്റ് ഇസ് 0 മൈനസ് 0 അഗെയിൻ 0. ടാൻ 0 മൈനസ് 0 ടാൻ 0 0 മൈനസ് 0 0. അപ്പോൾ 0/0 എന്നുള്ള ഫോമിലാണ് ഈ ലിമിറ്റ് കിടക്കുന്നത്. 0/0 എന്നുള്ള ഫോമിലാണ്. ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് മൈനസ് എക്സ് ബൈ ടാൻ എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഡിഫറൻഷ്യൽ ഓഫ് ദിസ്. ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ കോസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ എക്സ് മൈനസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ സിക്സ് സ്ക്വയർ എക്സ് മൈനസ് 1. ഫസ്റ്റ് സ്റ്റെപ്പിൽ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് മൈനസ് 1. കോസ് എക്സ് ഇതിൻ്റെ ഡിഫറൻഷ്യലാണ്. -1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫറൻഷ്യലാണ്. സിക്സ് സ്ക്വയർ എക്സ് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻഷ്യലാണ്. -1 എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ ഇതിൻ്റെ ഡിഫറൻഷ്യൽ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ സിക്സ് സ്ക്വയർ എക്സ് മൈനസ് 1. ഒരു പ്രാവശ്യം കൂടെ ലിമിറ്റ് കൊടുത്ത് നോക്കുക. എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ 1 കോസ് 0 ഇസ് 1, സിക്സ് സ്ക്വയർ 0 ഇസ് 1. അപ്പോൾ 1 - 1/1 - 1 അഗെയിൻ 0/0 എന്നുള്ള ഫോമിലാണ്. അപ്പോൾ എന്താ ചെയ്യുക? ഈ സ്റ്റെപ്പിൽ ഒരു പ്രാവശ്യം കൂടെ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുക. ഈ സ്റ്റെപ്പിൽ ഒരു പ്രാവശ്യം കൂടെ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ എക്സ് -1 0 ആണ്. സിക്സ് സ്ക്വയർ എക്സിൻ്റെ ഡിഫറൻഷ്യൽ 2 സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് ടാൻ എക്സ് ആണ് വരിക. 2 സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 2 സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ്. ഇതിൻ്റെ ഡിഫറൻഷ്യൽ 2 സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ 2 സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്ന് പറയുമ്പോൾ സിക്സ് സ്ക്വയർ എക്സ് വരും. 2 സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ്. എഗെയിൻ ഇവിടെ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്ത് നോക്കൂ. അല്ല, എവിടെയും ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കൂ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ 0/0 0/0 ഫോം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്തു, നമുക്ക് 0/0 തന്നെയാണ് കിട്ടുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്തു, അവിടെയും 0/0 തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ 0/0 കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇവിടെ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഡിഫറൻഷ്യൽ കുറച്ച് ലെങ്തിയാണ്, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡിഫറൻഷ്യൽ പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. 2 sec square x tan x ഡിഫറൻഷ്യൽ ഒരു sec square x കൂടെ വരും. അപ്പോൾ 2 sec raised to 4x 2 sec square x ഇൻറ്റു tan x ഡിഫറൻഷ്യൽ sec square x ആണ്. അപ്പോൾ 2 sec raised to 4x പ്ലസ് 4 sec x 4 ഇതിൻ്റെ ഡിഫറൻഷ്യലാണ് 4 2 ഇൻറ്റു 2 ദാറ്റ് ഇസ് 4 sec x ഇൻറ്റു sec x tan x എന്ന് വരും. ഇതിൻ്റെ ഡിഫറൻഷ്യൽ 2 sec square x ഡിഫറൻഷ്യൽ 2 ഇൻറ്റു 2 sec x ഇൻറ്റു sec x tan x ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. അത് കാണിക്കുമ്പോൾ സ്റ്റെപ്പുകൾ കൂടി പോവും. അപ്പോൾ വരുന്നത് 2 ഇൻറ്റു 2 4 വരും. sec x ഇൻറ്റു sec x tan x ഇൻറ്റു tan x എന്നാണ്. ഇവിടെ ഒരു tan x കൂടി ഉണ്ട്. അപ്പോൾ 4 sec square x tan square x എന്നാണ് വരിക. ചെയ്ത് നോക്കിക്കോളൂ, ഇത് തന്നെയാണ് കിട്ടുക. അപ്പോൾ തെറ്റിക്കരുത്, ഞാൻ പറയുമ്പോൾ അത്രയ്ക്ക് മനസ്സിലാവുകയില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ ഈ സിംപ്ലിഫിക്കേഷനൊക്കെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ യു ഗെറ്റ് ഒരു പ്രാവശ്യം കൂടെ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്തപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ 2 sec raised to 4x പ്ലസ് 4 sec square x tan square x. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കോസ് 0 ദാറ്റ് ഇസ് -1. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 sec raised to 4x എന്ന് പറയുമ്പോൾ 2 sec 0 ദാറ്റ് ഇസ് 601 ആണ്. അപ്പം ഇത് 2 ആകും, ഇത് 0 ആകും, കാരണം tan 0 ആണ്. പക്ഷേ കുഴപ്പമില്ല, മുകളിൽ -1 ആണ്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. അപ്പോൾ യു ഗെറ്റ് ദ ആൻസർ ആസ് -1/2. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് നമ്മൾ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്തു. യു ഗോട്ട് ദ ആൻസർ ആസ് -1/2. ഇവിടെ കുറച്ച് സിംപ്ലിഫിക്കേഷൻ വരുന്നുണ്ട്, നല്ലോണം ശ്രദ്ധിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, കുറേ അധികം സിംപ്ലിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വരും, തെറ്റാനും സാധ്യതയുണ്ട്. അപ്പോൾ ഹിയർ ദ ലിമിറ്റ് ഈസ് -1/2. അപ്പോൾ 0/0 വന്നപ്പോൾ നിങ്ങൾക്ക് എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്തിട്ട് -1/2 എന്നുള്ള ആൻസർ കിട്ടി. നൗ നെക്സ്റ്റ് പ്രോബ്ലം ഇസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ln x by 2 root x. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ln x by 2 root x. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ലിമിറ്റ് ln ഇൻഫിനിറ്റി ആണ്. 2 root x എക്സ് ഇൻഫിനിറ്റി നോക്കുമ്പോൾ ദാറ്റ് ടേക്സ് എ ഫോം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇവിടെ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ln x by 2 root x ഈസ് ദ സെയിം ആസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ln x ഡിഫറൻഷ്യൽ 1/x ആണ്. 2 root x ഡിഫറൻഷ്യൽ 2 into 1/2 root x 2 ക്യാൻസൽ ആക്കി കളയാം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x by 1/root x ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കണം. 1/x by 1/root x 2 root x ഡിഫറൻഷ്യൽ 2 into 1/2 root x ആണ്. 2 ക്യാൻസൽ ആക്കി കളയാം. അപ്പോൾ 1/root x മാത്രം ആകും. അപ്പോൾ ദിസ് ലിമിറ്റ് ഇസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x by 1/root x. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി root x by x റെസിപ്രോക്കൽ എടുത്തിട്ട് അപ്പുറത്ത് ഇടുമ്പോൾ root x by x ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/root x. സിംപ്ലിഫിക്കേഷൻ ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/root x. x ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ യു ഗെറ്റ് ദ ആൻസർ ആസ് 0. ഇവിടെ 0/0യും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഒന്നുമില്ല. നേരിട്ട് എക്സിന് 0 ഇൻഫിനിറ്റി എന്ന് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ആൻസർ 0 ആയിട്ട് കിട്ടി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരുമ്പോഴും നിങ്ങൾക്ക് എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ അത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള 2-3 പ്രോബ്ലമാണ്. ഇവിടെ നമുക്ക് നോക്കാം അടുത്ത പ്രോബ്ലം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/sin x minus 1/x. ലിമിറ്റ് കൊടുത്ത് നോക്കൂ. ലിമിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 1/sin 0 ദാറ്റ് ഇസ് 0. 1/0 minus 1/0. അപ്പോൾ 1/0 minus 1/0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ഈ ലിമിറ്റ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് എൽ ഹോസ്പിറ്റൽ എവിടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യണമെങ്കിൽ 0/0യോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമുല ആയിരിക്കണം. 0/0യോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമുല ആയിരിക്കണം. അപ്പോൾ ഇവിടെ പക്ഷേ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഫോമുലാണ് കിടക്കുന്നത്. എന്ത് ചെയ്യും? ഈ ലിമിറ്റിനെ നിങ്ങൾ എന്തെങ്കിലും ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻസ് ഉപയോഗിച്ച് 0/0 എന്നുള്ള ഫോമിലേക്കോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലേക്കോ കൺവേർട്ട് ചെയ്യണം. ഈ കൺവേർഷൻ എന്ന് പറയുന്നത് പ്രാക്ടീസ് കൊണ്ടേ വരികയുള്ളൂ. ഒരു പ്രോബ്ലം 2 പ്രോബ്ലം ഞാൻ പറഞ്ഞു തന്നുകൊണ്ടോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഏത് രീതിയിൽ മാറ്റണം എന്നുള്ളത് കുറേയധികം പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ ഞാൻ ഒരു സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു കൺവേർട്ട് ദ ഗിവൺ ലിമിറ്റ് to the form 0/0 or infinity by infinity. എന്തെങ്കിലും ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ കൊടുത്തിട്ട്, ഇന്നതെന്ന് പറയാൻ സാധിക്കില്ല, എന്തെങ്കിലും ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ കൊടുത്തിട്ട് വേണം അത് മാറ്റാനായിട്ട്. അപ്പോൾ for the time being I am taking the limit as limit extends to 0 1/sin x minus 1/x is the same as limit extends to 0 x minus sin x by x sin x. LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തോ, അത്രയേ ഉള്ളൂ. x minus sin x divided by x sin x. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കൂ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0/0 എന്നുള്ള ഫോമിലാണ് കിട്ടുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ 0യും ഡിനോമിനേറ്ററും 0 കിട്ടും. അപ്പോൾ 0/0 ആയി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ അപ്ലൈ ഫ്രം ദിസ് സ്റ്റെപ്പ് യു ക്യാൻ അപ്ലൈ എൽ ഹോസ്പിറ്റൽസ് റൂൾ. ഇവിടെ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിന് കാരണം അത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഫോമുല ആയതുകൊണ്ടാണ്. ഇവിടെ ആകുമ്പോഴേക്കും അതെന്തായി? ഇത് രണ്ടും സെയിം ആണ്. ഞാൻ സിംപ്ലിഫിക്കേഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇവിടെ ആകുമ്പോഴേക്കും അതെന്തായി? 0/0 ആയി. അപ്പോൾ നമുക്ക് എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ്, ഇതിന് ഡിഫറൻഷ്യൽ 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ഇതിന് ഡിഫറൻഷ്യൽ സൈൻ എക്സ് പ്ലസ് എക്സ് കോസ് എക്സ്. അപ്പോൾ ഇവിടെ വീണ്ടും എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുക. ഇവിടെ വീണ്ടും എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുമ്പോൾ അഗെയിൻ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ 1 മൈനസ് 1 0. എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെയും 0 ആകും, ഇവിടെയും 0 ആകും. അഗെയിൻ ദാറ്റ് ബിക്കംസ് ദ ഫോം 0/0. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ ഒരു പ്രാവശ്യം കൂടെ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാം. ഇവിടെ ഒരു പ്രാവശ്യം ഇതിന്ന് നേരിട്ട് എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്തില്ല, നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഈ രീതിയിലേക്കായി. ഇത് 0/0 എന്നുള്ള ഫോമിലാണ്. അവിടെ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അഗെയിൻ 0/0 ആണ്. അവിടെ വീണ്ടും എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഇതിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് കോസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് ഓഫ് മൈനസ് സൈൻ എക്സ് ദാറ്റ് ഈസ് സിംപ്ലി സൈൻ എക്സ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ കോസ് എക്സ് പ്ലസ് എക്സ് കോസ് എക്സിൻ്റെ കോസ് എക്സ് മൈനസ് എക്സ് സൈൻ എക്സ് കോസ് എക്സ് മൈനസ് എക്സ് സൈൻ എക്സ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ന്യൂമറേറ്റർ 0യും ഡിനോമിനേറ്റർ 1 ആയിട്ട് കിട്ടും. 0/1 ദാറ്റ് ഈസ് 0 ഇറ്റ് സെൽഫ്. വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ലിമിറ്റ് കൺവേർട്ട് ചെയ്യണം 0/0ലേക്കോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഏതാണോ എളുപ്പമെന്ന് വെച്ചാൽ അതിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ ഒരുപാട് പ്രോബ്ലംസ് ഇതിലുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലാതെ മനസ്സിലാവുകയില്ല. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഈ ടോപ്പിക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞല്ലോ, പ്രോബ്ലം എത്ര ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളാണ് വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഓവർവ്യൂ മാത്രമേ തരുന്നുള്ളൂ. ടെക്സ്റ്റ് ബാക്കിലത്തെ പ്രോബ്ലംസ് ധാരാളം ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കണം. നൗ കം ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എക്സ് റൈസ് ടു 1/1 മൈനസ് എക്സ്. ഇവിടെ പവറാണ്. പവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 റൈസ് ടു ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ് വരിക. എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ 1 മൈനസ് 1 പ്ലസ് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ 1 റൈസ് ടു 1/1 മൈനസ് 0 ദാറ്റ് ഈസ് 1 റൈസ് ടു 1/0 ദാറ്റ് ഈസ് 1 റൈസ് ടു ഇൻഫിനിറ്റി. ഇതാ
1 റേസ് ടു ഇൻഫിനിറ്റി എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് കിട്ടുന്നത്. പവറാണ്. പവർ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഒരു മെത്തേഡ് ഒന്ന് പറഞ്ഞു തന്നിട്ട് പോകാം. 2 പ്രോബ്ലത്തിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാം. അത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. പവറിൽ വരുമ്പോൾ 1 റേസ് ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി റേസ് ടു 0, 0 റേസ് ടു 0 ഒക്കെ വരുമ്പോൾ സാധാരണത്തെ പോലെ ഇതേപോലത്തെ സിംപ്ലിഫിക്കേഷൻ അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട് സ്റ്റെപ്പ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ഓഫ് ദ ഫോം 1 റേസ് ടു ഇൻഫിനിറ്റി. 1 റേസ് ടു ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഐ എം ടേക്കിംഗ് y ഈക്വൽ ടു എക്സ് റേസ് ടു 1/1 മൈനസ് എക്സ്. ലോഗരിതം വെച്ചിട്ടാണ് ചെയ്യുന്നത്, നാച്ചുറൽ ലോഗരിതം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് y എന്ന് കൊടുത്തു. y ഈക്വൽ ടു എക്സ് റേസ് ടു 1/1 മൈനസ് എക്സ്. രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുക. ln y ഈക്വൽ ടു ln എക്സ് പവർ 1/1 മൈനസ് എക്സ്. രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുന്നു, അത്രയേ ഉള്ളൂ. ln y ഈക്വൽ ടു ln എക്സ് റേസ് ടു 1/1 മൈനസ് എക്സ്, അല്ലെങ്കിൽ ln y ഈക്വൽ ടു 1/1 മൈനസ് എക്സ് ln എക്സ്. പവർ റൂൾ ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ സിംപ്ലി ഈ ക്വാണ്ടിറ്റിക്ക് y എന്ന് കൊടുത്തു, രണ്ട് സൈഡിലും ln എടുത്തു. അപ്പോൾ ln y ഈക്വൽ ടു ln x ഹോൾ റേസ് ടു 1/1 മൈനസ് എക്സ്, ln x റേസ് ടു 1/1 മൈനസ് എക്സ് എന്ന് വരും. ഇവിടെ പവർ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ln y ഈക്വൽ ടു 1/1 മൈനസ് എക്സ് ഇൻറ്റു ln x, ഓർ ദിസ് ഈസ് ദ സെയിം ആസ് ln y എന്ന് പറയുന്നത് ln x ബൈ 1 മൈനസ് എക്സ് എന്നാണ് വരിക. ln x ബൈ 1 മൈനസ് എക്സ്. ഇനി ഈ ln yയുടെ ലിമിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ y എന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റി ആയിട്ട് കൊടുത്തു, ln y കണ്ടുപിടിച്ചു. വി ആർ ഫൈൻഡിങ് ദ ലിമിറ്റ് ഓഫ് ln y. എന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. നൗ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ln y, 1 മൈനസോ 1 പ്ലസോ 1 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ln y. ഈ ln yയുടെ ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ln y ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ln x ബൈ 1 മൈനസ് എക്സ്. ln y എന്ന് പറഞ്ഞാൽ ln x ബൈ 1 മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ y എടുത്തു, അതിൽ നിന്ന് ln y എന്താണെന്നുള്ളത് എഴുതി. then I am finding limit x tends to 1 ln y. ഈ ln y യുടെ ലിമിറ്റാണ് കണ്ടുപിടിക്കുന്നത്. limit x tends to 1 ln y equal to limit x tends to 1 ln x by 1 minus x. ലിമിറ്റ് കൊടുത്ത് നോക്കൂ. ln 1 0 ആണ്, 1 മൈനസ് 1 ഇവിടെ 0/0 എന്നുള്ള ഫോമിലാണ് ഈ ലിമിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ദിസ് ലിമിറ്റ് ഈസ് ഓഫ് ദ ഫോം 0/0. ഇവിടെ യു ക്യാൻ അപ്ലൈ എൽ ഹോസ്പിറ്റൽസ് റൂൾ. അപ്പോൾ ലിമിറ്റ് x tends to 1 ln y equal to limit x tends to 1 എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുമ്പോൾ 1/x, ln xന്റെ ഡിഫറൻഷ്യൽ 1/x ആണ്. അപ്പോൾ 1/x ഡിവൈഡഡ് ബൈ മൈനസ് 1, 1/x ഡിവൈഡഡ് ബൈ മൈനസ് 1. ദിസ് ലിമിറ്റ് x tends to 1 മൈനസ് ln y ഈക്വൽ ടു ലിമിറ്റ് x tends to 1 മൈനസ് 1/x ബൈ മൈനസ് 1, അല്ലെങ്കിൽ ലിമിറ്റ് x tends to 1 മൈനസ്, അല്ലെങ്കിൽ ലിമിറ്റ് x tends to 1 മൈനസ് 1/x. ലിമിറ്റ് എക്സ്റ്റെൻസ് ഒന്നുമില്ല, സിംപ്ലിഫിക്കേഷൻ. ഇവിടെയൊക്കെ സിംപ്ലിഫിക്കേഷൻ തന്നെ ഉള്ളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 1/x ബൈ മൈനസ് 1 എന്നല്ല, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് 1/x. ഈ മൈനസിനെ മുകളിലേക്ക് എടുത്ത് എക്സിൻ്റെ താഴേക്ക് എടുത്തു, അത്രയേ ഉള്ളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് 1/x. ദെൻ അപ്ലൈ ദ ലിമിറ്റ്. അപ്പോൾ മൈനസ് 1 എന്ന് കിട്ടി. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 ln y ഈക്വൽ ടു മൈനസ് 1. നോക്കുക, എക്സ്റ്റെൻസ് ടു 1 ദെൻ ln y ടെൻസ് ടു മൈനസ് 1. ഓക്കെ, എക്സ് 1ലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തത് എന്താണ്? ln y മൈനസ് 1ലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, എക്സ് 1ലേക്ക് വരുമ്പോൾ ദെൻ ln y ടെൻസ് ടു മൈനസ് 1. ദാ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ln y ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ എക്സ് 1ലേക്ക് വരുമ്പോൾ ln y മൈനസ് 1ലേക്ക് പോകുന്നു. അപ്പോൾ എക്സ് 1ലേക്ക് വരുമ്പോൾ y e റേസ് ടു മൈനസ് 1ലേക്ക് പോകും. കാരണം ഇത് രണ്ടും ഇയുടെ പവറിലേക്ക് റേസ് ചെയ്യാം. ഇവിടെ നോക്കൂ, ln y ടെൻസ് ടു മൈനസ് 1. അപ്പോൾ ഇ റേസ് ടു രണ്ടും ഇയുടെ പവറിലേക്ക് റേസ് ചെയ്യുമ്പോൾ ഇ റേസ് ടു ln y ടെൻസ് ടു ഇ റേസ് ടു മൈനസ് 1. ln y ടെൻസ് ടു മൈനസ് 1, ഇ റേസ് ടു ln y ടെൻസ് ടു ഇ റേസ് ടു മൈനസ് 1. രണ്ട് ഭാഗത്തും ഇയുടെ പവറിലേക്ക് റേസ് ചെയ്തു. അപ്പോൾ ഇ റേസ് ടു ln y ടെൻസ് ടു ഇ റേസ് ടു മൈനസ് 1. ഇ റേസ് ടു ln y എന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു ln y ഈസ് y ഇറ്റ്സെൽഫ്. ഇ റേസ് ടു ln y ഈസ് y ln e. ഇ റേസ് ടു ln y ഈസ് y ln e എന്ന് പറയുമ്പോൾ y തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു ln y ടെൻസ് ടു ഇ റേസ് ടു മൈനസ് 1 എന്ന് പറയുമ്പോൾ y ടെൻസ് ടു ഇ റേസ് ടു മൈനസ് 1. y ടെൻസ് ടു ഇ റേസ് ടു മൈനസ് 1. y എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് മൈ y. This is my y. അപ്പോൾ y tends to e raised to minus 1. അപ്പോൾ as x tends to 1 minus, y tends to e raised to minus 1. അതായത് y എന്ന് പറഞ്ഞാൽ this x to the power 1/1 minus x tends to e raised to minus 1. അപ്പോൾ ഇതാണ് e raised to minus 1 ആണ് ഈ ലിമിറ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണത് നമുക്ക് അത്ര പെട്ടെന്ന് ക്ലിക്ക് ചെയ്തോളുന്നില്ല. ഒരു 10 പ്രോബ്ലം മിനിമമെങ്കിലും ഇത് വെച്ച് ചെയ്താൽ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പവറിൽ
ഇൻഡിറ്റർമിനേറ്റ് ഫോം പവറിൻ്റെ രൂപത്തിൽ വരികയാണെങ്കിൽ യു ഹാവ് ടു യൂസ് നാച്ചുറൽ ലോഗരിതംസ്. ഇവിടെ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ വല്ലാതെ നീട്ടി കൊണ്ടുപോകുന്നില്ല. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൈസ് ടു എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അടുത്ത പ്രോബ്ലമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൈസ് ടു എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൈസ് ടു അഗെയിൻ 0 റൈസ് ടു 0 ഇതാ ഈ ഫോമാണ്. 0 റൈസ് ടു 0 എന്നുള്ള ഫോമിലാണ് വരുന്നത്. അവിടെ എന്ത് ചെയ്യണം? പറഞ്ഞ പോലെ ലോഗരിതം ഉപയോഗിക്കണം. ഐ എം ടേക്കിംഗ് y ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ്. ഓരോ സ്റ്റെപ്പും പ്രത്യേകം ഓർക്കുക. y ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ്. രണ്ട് സൈഡിൽ നാച്ചുറൽ ലോഗരിതം എടുക്കുന്നു. ln y ഈക്വൽ ടു എക്സ് ln x. ln y ഈക്വൽ ടു ln x റൈസ് ടു എക്സ് ആണ്. ln x റൈസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln x റൈസ് ടു എക്സ് ഇസ് ദ സെയിം ആസ് x ln x. ഓക്കെ, അപ്പോൾ ഇവിടെ y ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ്, ln y ഈക്വൽ ടു ln x റൈസ് ടു എക്സ് എന്നാണ് വരിക. പക്ഷേ ln x റൈസ് ടു എക്സ് പറഞ്ഞാൽ x ln x ആണ്. അപ്പോൾ ln y ഈക്വൽ ടു x ln x, y ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ്, ln y ഈക്വൽ ടു എക്സ് ln x. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇനി നമ്മൾ ln yയുടെ ലിമിറ്റാണ് കണ്ടുപിടിക്കുന്നത്. വൈയുടെ ലിമിറ്റ് നേരിട്ട് കിട്ടുകയല്ല, ln y. ഇവിടെയാണ് നമ്മൾ നാച്ചുറൽ ലോഗരിതത്തിൻ്റെയും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനൊക്കെ പവർ വരുന്നത്, നമ്മുടെ ഉപയോഗം വരുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ln y ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ln x. ഇതാണ് സാധനം, എക്സ് ln x. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ln x. That is limit x tends to 0 x ln x equal to, നല്ലോണം സൂം ചെയ്ത് നോക്കുക, ലിമിറ്റ് x tends to 0 ln x by 1 by x. x ln x എന്ന് പറയുന്നത് 0 into ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ്. 0 into ഇൻഫിനിറ്റി എന്നുള്ള ഫോമിനെ ഒരിക്കലും നമുക്ക് എന്താ പറയുക എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുകയാണ്. ലിമിറ്റ് x tends to 0 ln x by 1 by x ln x by 1 by x. That is of the form infinity by infinity. ഓർക്കുക, ലിമിറ്റ് x tends to 0 x ഇതാണ് ln y. ലിമിറ്റ് x tends to 0 ln y ഈക്വൽ ടു ലിമിറ്റ് x tends to 0 x ln x ഈക്വൽ ടു ലിമിറ്റ് x tends to 0 ln x by 1 by x. ഇവിടെ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുക, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഇവിടെ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് x tends to 0 1 by x divided by minus 1 by x square. 1 by x divided by minus 1 by x square. That is limit x tends to 0 minus x. കട്ട് ചെയ്ത് കളയാൻ നമുക്ക് 1 by x 1 by x സ്ക്വയറും അതിലൊരു ഒരു 1 by x ക്യാൻസൽ ആയി പോകും. ഒരു എക്സ് സിംപ്ലിഫൈ നോക്കി അറിയാം, അടിയിലൊരു 1 by x മാത്രമാകും, ഒരു മൈനസ് 1 by x മാത്രമാകും. അപ്പോൾ ആ എക്സ് മുകളിലേക്ക് പോകും. അപ്പോൾ ലിമിറ്റ് x tends to 0 മൈനസ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് ആണെങ്കിൽ ലിമിറ്റ് ln y ഈക്വൽ ടു 0. ലിമിറ്റ് ln y, ലിമിറ്റ് ഓഫ് ln y ടെൻസ് ടു 0. അപ്പോൾ ലിമിറ്റ് x tends to 0 ln y, ലിമിറ്റ് x tends to 0 ln y ഈക്വൽ ടു 0. ലിമിറ്റ് x, അപ്പോൾ ln y ടെൻസ് ടു 0 ആസ് x റൈസ് ടു 0. അതാണ് ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ln y ഈക്വൽ ടു 0, ലിമിറ്റ് x tends to 0 പ്ലസ് ln y ഈക്വൽ ടു 0. അതിൻ്റെ സിംപ്ലിഫിക്കേഷനാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ലിമിറ്റ് ln y ടെൻസ് ടു 0 ആസ് x ടെൻസ് ടു 0. Therefore y ടെൻസ് ടു e റൈസ് ടു 0. ഇവിടുത്തെ പോലെ തന്നെയാണ്, അത് ഇവിടുത്തെ പോലെ. ലിമിറ്റ് ln y ടെൻസ് ടു 0. അപ്പോൾ e റൈസ് ടു ln y ടെൻസ് ടു e റൈസ് ടു 0. e റൈസ് ടു ln y ടെൻസ് ടു e റൈസ് ടു 0. അതായത് e റൈസ് ടു ln y എന്ന് പറഞ്ഞാൽ y തന്നെയാണ്. അപ്പോൾ y ടെൻസ് ടു e റൈസ് ടു 0. അതായത് y ടെൻസ് ടു 1. അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 0, y എന്ന് പറഞ്ഞാൽ x റൈസ് ടു x ആണ്. ലിമിറ്റ് x ടെൻസ് ടു 0 x റൈസ് ടു x ഈക്വൽ ടു 1. രണ്ട് പ്രോബ്ലം എനിക്കത് ഇതിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പവറിൽ വരുമ്പോൾ നിങ്ങൾ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുകയല്ല, നമ്മൾ നാച്ചുറൽ ലോഗരിതം ഉപയോഗിച്ചിട്ട് എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി പ്രോബ്ലം പ്രാക്ടീസ് ചെയ്തിട്ട് അത് മനസ്സിലാവുകയുള്ളൂ. എൽ ഹോസ്പിറ്റൽ റൂളിനെ കുറിച്ച് ഇത്ര മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ സാധാരണ നൽകി പറയാനുള്ളൂ. പിന്നെയുള്ളതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതാണ്. എൽ ഹോസ്പിറ്റൽ റൂള് അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ സിലബസ് പ്രകാരമുള്ള 3rd സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ് മുതൽ അടുത്ത 2nd മൊഡ്യൂളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. സോ താങ്ക് യു.